എന്താണ് എക്കണോമിക്സ്? ഒരു സമ്പദ് വ്യവസ്ഥയിലെ സാധന സേവനങ്ങളുടെ ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എക്കണോമിക്സ്. ഒയ്ക്കണോമസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് എക്കണോമിക്സ് എന്ന വാക്കിൻ്റെ ഉത്ഭവം. ഒയ്ക്കസ് മീൻസ് ഹൗസ്, നോമസ് മീൻസ് മാനേജ്മെൻറ്റ്. അതായത് എക്കണോമിക്സ് എന്നാൽ മാനേജ്മെൻറ്റ് ഓഫ് ഹൗസ് ഹോൾഡ് എന്നാണ് അർത്ഥം. എക്കണോമിക്സിലെ ഏറ്റവും അടിസ്ഥാനപരമായ 2 പോയിന്റ്സ് ആണ് ഹ്യൂമൻ വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആൻഡ് റിസോഴ്സസ് ആർ സ്കേഴ്സ് എന്നുള്ളത്. നമുക്കറിയാം, മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്നത് അൺലിമിറ്റഡും പക്ഷേ അത് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡുമാണ്. ഒരു സമ്പദ് വ്യവസ്ഥയുടെ കാര്യത്തിലും അതുപോലെ തന്നെയാണ്. നമുക്ക് ലഭ്യമായ ഈ ലിമിറ്റഡ് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ വാണ്ട്സിനെ എല്ലാം സാറ്റിസ്ഫൈ ചെയ്യാൻ സാധിക്കുന്നത് എന്നതാണ് എക്കണോമിക്സിൽ നമ്മൾ പഠിക്കുന്നത്. എക്കണോമിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആഡം സ്മിത്താണ് വെൽത്ത് ഡെഫിനേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. 1776 പബ്ലിഷ് ചെയ്ത ആൻ എൻക്വയറി ഇൻടു ദ നേച്ചർ ആൻഡ് കോസസ് ഓഫ് വെൽത്ത് ഓഫ് നേഷൻസ് എന്ന ഗ്രന്ഥത്തിലാണ് വെൽത്ത് ഡെഫിനേഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എക്കണോമിക്സ് എന്നാൽ വെൽത്ത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കാം, അത് എങ്ങനെയെല്ലാം ഉപയോഗിക്കാം എന്നതിനെപ്പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് എക്കണോമിക്സ്. വെൽഫെയറിന് അദ്ദേഹം ഇമ്പോർട്ടൻസ് നൽകിയില്ല. വെൽഫെയർ ഡെഫിനേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആൽഫ്രഡ് മാർഷൽ ആണ്. 1890 പബ്ലിഷ് ചെയ്ത പ്രിൻസിപ്പിൾസ് ഓഫ് എക്കണോമിക്സ് എന്ന ഗ്രന്ഥത്തിലാണ് അദ്ദേഹം വെൽഫെയർ ഡെഫിനേഷനെക്കുറിച്ച് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ എക്കണോമിക്സ് എന്നാൽ മാൻകൈൻഡിനെക്കുറിച്ചുള്ള പഠനമാണ്. അതായത് മനുഷ്യൻ എങ്ങനെയാണ് ബിസിനസ് ലൈഫിൽ പെരുമാറുന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ്. വെൽത്തിനേക്കാൾ കൂടുതൽ അദ്ദേഹം ഇമ്പോർട്ടൻസ് കൊടുത്തത് വെൽഫെയറിനാണ്. സ്കേഴ്സിറ്റി ഡെഫിനിഷൻ. എക്കണോമിക്സിൻ്റെ മേജർ ഡെഫിനേഷനാണ് സ്കേഴ്സിറ്റി ഡെഫിനേഷൻ. 1932 ലയണൽ റോബിൻസ് അദ്ദേഹത്തിൻ്റെ ആൻ എസ്സേ ഓൺ ദി നേച്ചർ ആൻഡ് ദി സിഗ്നിഫിക്കൻസ് ഓഫ് എക്കണോമിക്സ് എന്ന പുസ്തകത്തിലാണ് സ്കേഴ്സിറ്റി ഡെഫിനേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അദ്ദേഹം ചോയ്സ് ആൻഡ് സ്കേഴ്സിറ്റിക്ക് ഇമ്പോർട്ടൻസ് നൽകി. ലിമിറ്റഡ് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയെല്ലാമാണ് ഹ്യൂമൻസ് ചോയ്സ് മേക്ക് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചുള്ള പഠനമാണ് എക്കണോമിക്സ് എന്ന് അദ്ദേഹം വാദിച്ചു. പ്രൊഫസർ പോൾ എ സാമുവൽസൺ അദ്ദേഹത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ ടു എക്കണോമിക്സ് എന്ന പുസ്തകത്തിലാണ് ഗ്രോത്ത് ഡെഫിനേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അക്കോർഡിംഗ് ടു ഹിം, എക്കണോമിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ഹൗ പീപ്പിൾ ആൻഡ് സൊസൈറ്റി ചൂസ് വിത്ത് ഓർ വിത്തൗട്ട് ദ യൂസ് ഓഫ് മണി to employ scarce resources which could have alternative uses to produce various commodities over time and distribute them for consumption and now and in the future among various persons and a group of society. നമ്മുടെ വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യാനുള്ള റിസോഴ്സസ് എന്ന് പറയുന്നത് ലിമിറ്റഡ് ആണ്. അതുപോലെ തന്നെ ഈ റിസോഴ്സസിനെല്ലാം തന്നെ ഓൾട്ടർനേറ്റീവ് യൂസസ് ഉണ്ട്. അതായത് ഒന്നിലധികം കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ റിസോഴ്സസ് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സ്കേഴ്സ് റിസോഴ്സസ് ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഒരു കമ്മോഡിറ്റി ഉൽപ്പാദിപ്പിക്കുകയും അത് കൺസപ്ഷന് വേണ്ടിയിട്ട് വിതരണം ചെയ്യുകയും ചെയ്യുന്നത് എന്നതൊക്കെയാണ് നമ്മൾ എക്കണോമിക്സിൽ പഠിക്കുന്നത്.